യേശുവിൽ പ്രിയപ്പെട്ടവരെ, അന്ധനായ യാചകന് കാഴ്ചയുണ്ടായിരുന്നതാണ്. അതൊരിക്കൽ എങ്ങനെയോ നഷ്ടപ്പെട്ടതാ. അത് വീണ്ടും കിട്ടണമെന്ന് അവൻ തീവ്രമായി ആഗ്രഹിച്ചിരുന്നു. അപ്പോഴാണ് യേശു വഴിയരികിലൂടെ കടന്നു പോകുന്നെന്ന് അറിഞ്ഞതും ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് അവൻ വിളിച്ചു പറഞ്ഞതും. ജനങ്ങൾ അവനെ നിശബ്ദനായിരിക്കാൻ സഹായിക്കുന്നെങ്കിലും അവരെ ഒന്നും അവൻ ഭയപ്പെടുന്നില്ല. അവൻ യേശുവിനെ വീണ്ടും കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. യേശു അവന് സൗഖ്യം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാഴ്ചയുണ്ട് എന്ന് നമ്മൾ കരുതുന്നുണ്ട്. ശരിയാണ്, ചുറ്റുമുള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ കാഴ്ചയ്ക്ക് അപ്പുറമുള്ള കാഴ്ച കാണാനുള്ള ഉൾക്കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അത് തിരിച്ചറിയണം. അത് വീണ്ടും കിട്ടാൻ നമ്മളെ സഹായിക്കുന്നത് ഈശോയാണ്. നമുക്കത് സ്വന്തമായി നേടാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല. യേശുവിൻ്റെ പക്കലേക്ക് എന്നും താഴ്മയോടെ കടന്നു വരാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവർ നമ്മളെ പരിഹസിച്ചെന്ന് വരാം, കുറ്റപ്പെടുത്തിയെന്ന് വരാം. പക്ഷേ നമുക്ക് മനസാക്ഷിയെ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയാൻ, യേശുവിൻ്റെ പക്കലേക്ക് കടന്നു വരാൻ, ഉച്ചത്തിൽ നിലവിളിക്കാൻ, ഭക്തിയോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ അവിടുന്ന് നമുക്ക് സൗഖ്യം തന്ന് അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.